ഹലോ, URS കുക്കിംഗ് ബ്ലിസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ടൊമാറ്റോ റെസിപ്പി ചെയ്യുന്നത് നോക്കാം. അപ്പോൾ റൈസ് കഴുകി കുക്കറിലേക്ക് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. നമ്മൾ കുക്കറിൽ അങ്ങനെയുള്ള ചോറ് വയ്ക്കുക, ബിരിയാണിക്കൊക്കെ വെക്കുന്ന പോലെ. പൊന്നരി വയ്ക്കുക, പിന്നെ കടയിൽ നിന്ന് കിട്ടുന്ന റേഷനരിയില്ലേ അതും വെക്കാം കേട്ടോ. നല്ല അരി കിട്ടുവാണെങ്കിൽ ആ കടയിലത്തെ റേഷൻ കടയിലത്തെ അരിയും വെക്കാം, പിന്നെ പൊന്നരിയും വെക്കാം. വേറൊരു അരിയും നമുക്ക് തക്കാളി ചോറ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഞാൻ 1 ഗ്ലാസ് അരി കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിന് 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിൽ മാത്രം മതി. ഒരു വിസിൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് വരും. ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കട്ടാക്കി വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ ഈ 1 ഗ്ലാസ് അരിക്ക് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് കൂടെ തക്കാളിയിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മളെല്ലാ പേസ്റ്റുകളും നന്നായി വഴറ്റി നല്ലപോലെ വഴറ്റണം കേട്ടോ. പച്ചമണം എല്ലാം പോയി നല്ലപോലെ ഗ്രേവിയായി വരണം. ആ സമയത്താണ് ഞാൻ ഈ റൈസ് ഇട്ട് കൊടുത്തത്. അതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ റൈസ് നമുക്ക് ആവശ്യത്തിനുള്ള റൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് റൈസും നമ്മുടെ ഈ തക്കാളി, സവാള എല്ലാം കൂടെ വഴറ്റി വെച്ചിരിക്കുന്ന മിക്സ് നന്നായി ഇളക്കി സെറ്റ് ചെയ്യാം. അപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്ക് രാവിലെ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സ് റെഡിയാക്കി കൊടുക്കാം. ഇത് കഴിക്കാനായിട്ട് വേറെ കറികളൊന്നും തന്നെ വേണ്ട, നമുക്കിത് മാത്രം മതി. വളരെ പെട്ടെന്ന് വളരെ ഈസിയായി നമുക്ക് ചെയ്യാവുന്ന ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് ഉറപ്പായും ഞാൻ പറയുന്നു. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വെറൈറ്റി ആയിട്ട് ഇതുപോലെയുള്ള ഓരോ റൈസുകൾ റെഡിയാക്കി കൊടുക്കുക. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ മറക്കാതെ അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും മറക്കാതെ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ടൊമാറ്റോ റൈസ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.